എല്ലാവർക്കും ഹാപ്പി ദിവാലി. അപ്പോൾ ഇന്ന് ദിവാലിയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ എന്തൊക്കെയാണ് ആഘോഷം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ചൊക്കെ പറ്റുന്നുള്ളത് പോലെ നമ്മൾ ഒരു ദിവാലി വൈബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് പടക്കമൊക്കെ കൊണ്ടുപോയി നമ്മൾ താഴെയാണ് പൊട്ടിക്കുന്നത്. ഇവിടെ ഇട്ട് പൊട്ടിക്കാൻ പറ്റൂല, ബാൽക്കണിയിൽ പറ്റില്ലല്ലോ. നമ്മൾ താഴെ കൊണ്ടുപോയിട്ടാണ് ദിവാലി ആഘോഷിക്കുന്നത്. അതുപോലെ നമ്മുടെ തനിക്കുട്ടി ഇത്തിരി ഇതിനു മുന്നേ ഉള്ള ദീപാവലിയൊക്കെ അവൾ ഭയങ്കര തീരെ കുഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്ക് എന്താണെന്നോ ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പോൾ അവൾക്ക് ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ അവളും ആദ്യമായിട്ടായിരിക്കും ഈ സെലിബ്രേഷനൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ അവളുടെ ഒരു എക്സൈറ്റ്മെൻറ്റും എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മൾ ദീപമൊന്നും കത്തിച്ചിട്ടില്ല, ഒരു സാധനം ദീപമൊന്നും കത്തിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കത്തിച്ചിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ ആയിട്ട്, താഴെ പോകുന്നതിന് മുന്നേ ആയിട്ട് ഡിന്നർ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഡിന്നറിന് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതൊരു സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ക്യാപ്ഷനിൽ തന്നെ മിസൽ പാവാണ്. മിസൽ പാവിൻ്റെ റെസിപ്പി എനിക്ക് എങ്ങനെ കിട്ടണമെന്ന് വെച്ചാൽ, നമ്മൾ ഗുജറാത്തിലായിരുന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് മറാഠി ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരിയാണ് ഞാൻ ആദ്യമായിട്ട് ഗുജറാത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ മിസൽ പാവ് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതിൻ്റെ ഒരു ഗ്രേവി, ഭയങ്കര സ്പൈസി ഗ്രേവിയും അതിൻ്റെ കൂടെ മറ്റേ ആ മസാലയും ഒക്കെ വരുമ്പോഴത്തേന്, എന്താ പറയുക, സേവും ഒക്കെ വരുമ്പോഴത്തേന് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ പാവയിലിങ്ങനെ മുക്കി കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അതിൻ്റെ റെസിപ്പിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു അടിപൊളി ദിവാലി വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഓൾറെഡി ഞാൻ സാധനങ്ങൾ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സവാള എടുത്തു വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഡ്രൈഡ് കോക്കനട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഗ്രൈൻഡഡ് കോക്കനട്ട് യൂസ് ചെയ്യാം, ഒന്ന് നമ്മൾ വറക്കേണ്ടി വരും ചെറുതായിട്ട്. പിന്നെ പൗഡറായിട്ട് നമ്മൾ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പൗഡറായിട്ട് എന്താണ് കാവേ അത് പറഞ്ഞുതരാം. പിന്നെ പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും വേണ്ടി വരും. പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണെന്ന്. ഇത് നമ്മുടെ ഘോഡ എന്ന് പറഞ്ഞിട്ടൊരു പൗഡറാണ്. അതായത് എല്ലാം നമ്മുടെ മഹാരാഷ്ട്ര സ്പൈസസ് ഒക്കെ പൊടിച്ച് കിട്ടുന്ന ഒരു പൗഡറാണ് കേട്ടോ. അതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സേവ്സിൻ്റെ പൗഡർ തന്നെ അല്ലാണ്ട് കിട്ടും. അല്ലാതെ തന്നെ കിട്ടും, അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബാക്കിയുള്ള ഐറ്റംസ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഈ കുക്കറിൽ ഞാൻ നമ്മുടെ മുളപ്പിച്ച പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അതേ പാൻ ചൂടായിട്ടുണ്ട്. അതേ ഈ ഡ്രൈഡ് കോക്കനട്ട് ഞാൻ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അത് ഇത്രയും ചെറുതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് നമ്മുടെ എണ്ണ യൂസ് ചെയ്ത് ഒഴിക്കണം. കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി ഏകദേശം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 4 തൊട്ട് 5 മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടേ. ഇത്രയും മതി. കാര്യം ഇതൊന്ന് അരച്ച് പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലൊന്ന് നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും മതിയാവും.
ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അങ്ങനെ ദേ നമ്മുടെ മസാല അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് ഈ മസാല അങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതായത് ഈ എണ്ണയൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്ന് വഴണ്ടിട്ട് തെളിഞ്ഞു വരണം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ മസാല ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല പൊടികൾ ഇട്ട് കൊടുക്കണം. അതായത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗോഡ മസാല എന്ന് പറഞ്ഞിട്ടൊരു മസാലയാണ്. നിങ്ങൾക്ക് സേവിൻ്റെ മിസൽ പാവിൻ്റെ മസാല കിട്ടുമെങ്കിൽ അത് മേടിക്കാം. റെഡിമെയ്ഡ് ഉണ്ടാവും, അത് മേടിക്കാം. ഇല്ലെങ്കിൽ ഗരം മസാല ആണെങ്കിലും യൂസ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഈ മസാല ഒന്ന് ഫ്രൈ ആയി വരണേ. ഇത്തിരി നമുക്ക് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത്തിരി മതി, കുറച്ച്, ഒരുപാട് വേണ്ട. എണ്ണ നിങ്ങൾ കുറച്ചധികം എണ്ണ ഉപയോഗിച്ച് നമ്മൾ മസാല ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇത്രയും ഒഴിക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. കാര്യം ഇവിടെ കുറച്ചധികം ഇവിടെ എല്ലാവരും എണ്ണ ഉപയോഗിക്കും. ഇങ്ങനത്തെ ഈ മിസൽ പാവിനും സേവൂസലിനും ഒക്കെ ആയിട്ട് ഞാൻ എണ്ണ കുറച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഇത്തിരി നമുക്കിപ്പോൾ വെള്ളം ആഡ് ചെയ്യേണ്ടി വന്നത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞ് വരട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മസാലയും നമ്മുടെ മുളപ്പിച്ച പയറും എല്ലാം കൂടെ കുക്കറിൽ ഇട്ടിട്ട് ഒന്നിച്ച് അടിച്ച് എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അപ്പോൾ പെട്ടെന്നാവും. ഇതിപ്പോൾ നമ്മൾ മസാല സെപ്പറേറ്റും മുളപ്പിച്ച പയറും സെപ്പറേറ്റ് ആണ് നമ്മൾ കുക്ക് ചെയ്തെടുത്ത കേട്ടോ. ഇത് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇവിടെ മുളപ്പിച്ച പയർ കണ്ടോ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മസാല ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് നിൽക്കില്ല, എല്ലാം കൂടെ ഉണ്ടാക്കാൻ നിന്നേരം, കാരണം ചെറിയ പാനല്ലേ. ഓക്കെ, നമുക്കിതിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമ്മൾ മസാല ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ നമ്മുടെ പാനില്ലേ, നമ്മുടെ മസാല ഉണ്ടാക്കിയ പാനിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൻ്റെ ടേസ്റ്റും ഉപ്പും ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചിനി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നില്ലേ, അപ്പോൾ നമുക്ക് ഉപ്പ് ഇനി ആഡ് ചെയ്ത് കൊടുക്കണം.
ഇതുപോലെ കുറച്ച് മധുരത്തിനായിട്ട് ഇത്തിരി ശർക്കരയോ അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണേ. ഉപ്പ് പെർഫെക്റ്റ് ആണ്. ഇനി കുറച്ച് നമുക്ക് നമ്മുടെ ശർക്കര ഇട്ടെടുക്കാം. ഇത്തിരി മതിയാവും, ഇത്ര മതിയാവും. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വരണം കേട്ടോ. അതുവരെ ഇത് കിടന്ന് തിളയ്ക്കണം. ലാസ്റ്റ് കൂടെ ഒന്ന് ഉപ്പൊക്കെ നോക്കട്ടെ, ഉപ്പും മധുരമൊക്കെ നോക്കട്ടെ. അടിപൊളി, കറക്റ്റായിട്ടുണ്ട്. കറക്റ്റ് കുറച്ചും കൂടി ഇത്തിരി കൂടെ ഞാൻ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്തിരി ശേഷം. ഓക്കെ, ഇതൊരു 10 മിനിറ്റ് കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മിസൽ പാവ് റെഡി ആയിട്ടുണ്ട്. മിസൽ പാവിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാവ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് നമുക്ക് പർസൻ വേണം, പിന്നെ സേവ് വേണം. എന്ത് പറ്റി? യോ ഉണ്ട്, സേവ് ഉണ്ട്, സേവ്. എന്ത് പറ്റി? പോവാം നമുക്ക്. അമ്മ ഇപ്പം വരാവേ. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് മിസൽ സേവ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിച്ചു തരാം. നമുക്ക് ആദ്യം പോയി നമുക്ക് ദിവാലി ദിയൊക്കെ കത്തിക്കാം. ഓക്കെ,
വെച്ചോ വെച്ചോ. അമ്പറ്റി പാത്തിക്ക്. Where's the lighter?
Sani, E. Sani, E. ഹലോ, അങ്ങനെ നമ്മൾ ദിവാലിയൊക്കെ ആഘോഷിച്ച് വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും Happy ഹാപ്പി Diwali. ദിവാലി. ഹാപ്പി ദിവാലി അവിടെ പോകുമ്പോ ഹാപ്പി ദിവാലി. നമസ്തേ നമസ്തേ പറ. നമസ്തേ. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. ചുറ്റു ചേച്ചു വേട് ചേച്ചു വേട് Then